റസൂലുള്ളാഹി തങ്ങൾ പറയാ, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ? അൽ-ഇസ്തിഗ്ഫാറു ബില്ലാഹ്. ഭയപ്പാടോടുകൂടി കടന്നു പോകുന്ന അവസരങ്ങൾ കടന്നു വന്നാല് നിങ്ങൾ അല്ലാഹുവിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ആ ഇസ്തിഗ്ഫാർ നിങ്ങളുടെ ആഗ്രഹങ്ങളെ അല്ലാഹു എളുപ്പമാക്കി തരുമല്ലോ. നിങ്ങളുടെ സങ്കടങ്ങൾ മാറ്റുമല്ലോ, നിങ്ങളുടെ കണ്ണീര് മാറ്റുമല്ലോ, നിങ്ങളുടെ രോഗങ്ങൾ മാറ്റുമല്ലോ. ഏതൊക്കെ നിയമങ്ങൾ വന്നാലും അതിനെയൊക്കെ പരാജയപ്പെടുത്താൻ ഇസ്തിഗ്ഫാറിന് കഴിവുണ്ട്. അങ്ങനെ അത് മാത്രവുമല്ല, നിങ്ങളുടെ ടെൻഷനുകളെ മാറ്റാനും കഴിവുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിപ്പിക്കാനും ഇസ്തിഗ്ഫാറിന് കഴിവുണ്ട്. അതുകൊണ്ടല്ലേ 10 ലക്ഷം ഹദീസുകൾ മനപ്പാഠമാക്കിയ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു നടന്ന് പോകുന്നല്ലോ. പാതിരാത്രിയിൽ ഒരു പള്ളിയിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ പറഞ്ഞു, പറ്റൂല, ഇവിടെ കിടക്കാൻ പറ്റൂല, ഇവിടെ വിശ്രമിക്കാൻ പറ്റൂല. ഏതായാലും അതൊരു നിയമമാണല്ലോ. അവിടെ തർക്കിക്കാൻ നിന്നില്ല. പള്ളി കമ്മിറ്റിക്കാരൊരു നിയമം കൊണ്ടുവന്നു. ആ ഒരു നിയമം പള്ളിക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നടന്നൊരു വീട്ടിലേക്ക് ചെന്നുകൊണ്ട് വീടിന്റെ വാതിലിൽ മുട്ടുമ്പോ കതക് തുറക്കുന്ന മനുഷ്യനോട് പറയാ, സമയം ഒരുപാട് ഇരുട്ടിയിട്ടുണ്ട്, ഇന്നത്തെ ഈ രാത്രിയിൽ ഞാൻ ഇവിടെ വന്ന് കിടക്കട്ടെ, ഞാൻ ഇവിടെ വന്ന് വിശ്രമിക്കട്ടെ. ആ സമയം പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നിങ്ങൾ വിശ്രമിച്ചോ, നിങ്ങൾ വന്ന് കിടന്നോ. അവസാനം അവിടെ കിടക്കാനുള്ള അവസരം കൊടുത്തു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്തട്ടിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് സുജൂദ് ചെയ്തുകൊണ്ട് ദുആ ചെയ്യുമ്പോ അപ്പുറത്തെ റൂമിൽ നിന്ന് അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ ഇസ്തിഗ്ഫാർ ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വിചാരിച്ചു പോയി, ഇവൻ എന്ത് തെറ്റാ ചെയ്തു പോയത്, ഇവൻ എന്ത് കുറ്റമാ ചെയ്തു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത വേദനയോടെ പോകാൻ നേരം വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എന്തേ ഈ പാതിരാത്രിയിൽ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിയത്, അതിനും മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ആ സമയത്ത് പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു അഭിലാഷമുണ്ട്, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു അഭിലാഷമുണ്ട്. അതേതെന്നറിയുമോ? 10 ലക്ഷം ഹദീസുകൾ മനപ്പാഠമാക്കിയ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന ആ ഒരു മഹാമനുഷ്യനെ കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടാ ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. തെറ്റു ചെയ്തിട്ടല്ല, കുറ്റം ചെയ്തിട്ടല്ല, എന്റെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കാനാ എന്ന് പറയുമ്പോ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, അന അഹ്മദ് ബിൻ ഹംബൽ, ഞാനാണ് നിങ്ങൾ പറയുന്ന അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുമ്പോ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ ഇനി എനിക്കും മരണപ്പെട്ട കുഴപ്പമില്ല, ഇനി എനിക്കാരടി മണ്ണിന്റെ ഉള്ളിൽ പോയാ കുഴപ്പമില്ല, ആ ഒരു മഹാനുഭാവനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടന്ന് കരഞ്ഞിട്ട് പറഞ്ഞുവെങ്കിൽ പഠിച്ചിട്ടും ജോലിയില്ലല്ലോ ചെറുപ്പക്കാരാ. എത്രയോ പഠിച്ചു വലുതായ പ്രിയപ്പെട്ട യുവാക്കളെ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുമോനെ. അല്ലാഹു നിന്റെ സങ്കടങ്ങൾ മാറ്റുമല്ലോ, അല്ലാഹു നിന്റെ വേദനകൾ മാറ്റുമല്ലോ, നിന്റെ ആഗ്രഹങ്ങൾക്ക് അല്ലാഹു പരിഹാരം തരുമല്ലോ. അതുകൊണ്ട് ഭയപ്പാടോടുകൂടി കടന്നു പോകുന്നൊരു കാലഘട്ടം വന്നാ അല്ലാഹുവേ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. രണ്ടാമത്തത് വത്തിലാവത്തിൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടുവരണം. ഭയത്തിന്റെ മേല് ഭയപ്പാടോടെയാണോ നീ നടക്കുന്നത്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കോ. അങ്ങനെ ഖുർആൻ ഓതിയിട്ട് വന്ന അമിനഹുല്ലാഹ്, നിന്റെ ഭയപ്പാടിനെ അല്ലാഹു മാറ്റിയിട്ട് നിനക്ക് സന്തോഷം തരുമെന്ന് പഠിപ്പിച്ചതാരെന്നറിയോ? ലോകത്തിന്റെ മണിദീപമേ,
മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കൊന്ന് ചൊല്ലിക്കുക പാരെ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ വാളിൻ്റെ കൊഴുപ്പിന് വേണ്ടിയിട്ടല്ല. ഇനി നിങ്ങൾ പറയേണ്ട ഞാൻ നന്നായിട്ട് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഒരാളുടെ സർട്ടിഫിക്കറ്റ് ആഗ്രഹിക്കണില്ല. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ. അള്ളാന്റെ പൊരുത്തം മാത്രം അത് മതി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ കാരണത്താൽ പല പ്രയാസങ്ങളും വീട്ടിലേക്ക് വരുന്നത്, നമ്മൾ കാരണത്താൽ പല വിഷമങ്ങളും വരുന്നത്, അത് അള്ളാഹു തന്നെ പറയല്ലേ. അപ്പൊ നമ്മൾ എന്ത് വേണം? ഞാനും നിങ്ങളും ഒന്നുകൂടെ റബ്ബിലേക്ക് അടുക്കണം, ഇല്ലേ? നിസ്കാരത്തിലേക്ക് വരണം. ഇന്നലേക്ക് ഇവിടെ അതിനെപ്പറ്റി ചർച്ചകൾ ചെയ്തിട്ടുണ്ടാകും. തുസല്ലി ബിലാ ഖൽബിൻ സ്വലാതം ബിമിത്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബലിൽ ഖൂബതി. പൊന്നാര കൂട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളായ സ്നേഹിതന്മാരോട് പറയാ, എന്താ പറഞ്ഞെന്നറിയോ? നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വരുന്നുണ്ട്, പെട്ടെന്ന് കുനിഞ്ഞു നൂരാ ഓടാ, ഇല്ലേ? കേറുന്ന കാണാം, ഇറങ്ങുന്ന കാണാം. ബിലാ ഖൽബിൻ സ്വലാത്തം ബിമിത്ലിഹാ. ഖൽബില്ല. നമ്മൾ നിസ്കരിക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ എനിക്കൊന്നേ പറയുള്ളൂ നിങ്ങളോട്, നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവരെന്നല്ല, നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് ഇരു കൂട്ടർക്ക് മനസ്സിലാക്കാൻ പറയാ, ഞാൻ നിങ്ങൾ അങ്ങനല്ലേ, പെട്ടെന്ന് കയറാ, കൈകെട്ട, അതേപോലെ ഇറങ്ങി വരിക. നമുക്കൊന്നിന് സമയമില്ല. സ്വലാത്തം ബിമിത്ലിഹാ യകൂനുൽ ഫത്താ മുസ്തൗജിബൽ ലിൽഖൂബതി. എത്ര ചെറുപ്പക്കാര് ശിക്ഷയ്ക്ക് വേണ്ടി അവർ നിസ്കരിച്ചിറങ്ങുന്നു, അവർ ശിക്ഷയിലേക്ക് അവർ പോകുന്നു. ചിന്തിച്ചു നോക്കിക്കേ. ഏതായാലും നിസ്കരിക്കുന്നില്ലേ, 5 മിനിറ്റ് റബ്ബിന് കൊടുക്കും നല്ലതുപോലെ. വേറെ എല്ലാ കാര്യത്തിനും നമുക്ക് സമയമില്ലേ കൂട്ടുകാരാ? നിങ്ങളൊന്ന് അള്ളാഹുവിന് വേണ്ടി ഒന്ന് ഇബാദത്ത് ചെയ്ത് നോക്ക്. എല്ലാ ചെറുപ്പക്കാർക്ക് അള്ളാഹു സന്തോഷം തരും. ഞാൻ ചോദിക്കട്ടെ, എത്ര മഖാമുകളുടെ ചാരത്ത് നിങ്ങൾ പോകുന്നുണ്ട്? എത്ര മഖാമുകളുടെ ചാരത്ത് പോകുന്നുണ്ട്? അവിടെ കിടക്കുന്ന ഔലിയാക്കളുടെ ചാരത്ത് പോയിട്ട് മനസ്സറിഞ്ഞിട്ട് ദുആരക്കുന്നുണ്ട്. നിങ്ങൾ ആ കിടക്കുന്ന ഔലിയാക്കൾ സ്വീകരിക്കുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ പറയണ്ട ഉസ്താദ് ഔലിയാക്കൾ ഒരിക്കലും അല്ലാട്ടാ. വിഷയം മനസ്സിലാക്കിയിട്ടേ പറയാവൂ, സംസാരിക്കാവൂ, അല്ലേ? എന്തിനാണ് ഇവിടെ ഇരിക്കുന്ന എൻ്റെ യുവാക്കളോട് പറയുകയാണ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമ്മമാരോട് പറയാ, എൻ്റെ ഉമ്മാ മാലിക് ദീനാറിന്റെ പരിശുദ്ധമായ മണ്ണിന്റെ സന്തോഷമുള്ള നാടുകള്, ഒളയം മഖാമിന്റെ പരിശുദ്ധമായ സവിധത്തിൽ കിടക്കുന്ന അല്ലാഹുവിന്റെ വലിയ അങ്ങനെയുള്ള നൂറുകണക്കാന മഖാമുകളുടെ ചാരത്തേക്ക് സിയാറത്തിന് പോകുന്ന എൻ്റെ യുവാക്കളെ, എത്രയോ മഖാമുകളിൽ പോകും അവിടെയെല്ലാം ചെറുപ്പക്കാർ നിന്നുകൊണ്ട് ഖുർആൻ ഓതുന്ന കാണാ, അവിടെ നിന്നുകൊണ്ട് കരഞ്ഞിട്ട് ദുആരക്കുന്നത് കാണാ. എന്നിട്ടും എന്തുകൊണ്ടാ പൊന്നുമോനെ നിന്നെ അവര് സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടാ നീ കരഞ്ഞിട്ടും നിന്റെ കാര്യം അല്ലാഹു എളുപ്പമാകാത്തത്? മാലിക് ദീനാറിന്റെ പരിശുദ്ധമായ ചാരത്ത് പോയിട്ട് പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാരാ, എവിടൊക്കെ മഖാമുകളുണ്ടോ അവിടൊക്കെ നമ്മൾ പോയില്ലേ പൊന്നുമോനെ? എരുമാട് പോയില്ലേ പൊന്നുമോനെ? അങ്ങനെ നൂറുകണക്കാന മഖാമുകൾ കിടക്കുന്ന കാസർഗോഡിന്റെ മണ്ണിലുള്ള എൻ്റെ യുവാക്കളോട് പറയാട്, ഞാനൊക്കെ ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ നാട്ടിലുള്ളവരെത്ര ഭാഗ്യവാന്മാരാ! അടുത്തടുത്തടുത്ത് എത്രയോ ഔലിയാക്കൾ കിടക്കുകയാണ്. അവർക്ക് അവരുടെ സാന്നിധ്യം കിട്ടുമല്ലോ, അവരുടെ സന്തോഷം കിട്ടുമല്ലോ. പക്ഷേ മാലിക് ദീനാറിന്റെ മണ്ണിൽ കിടന്നിട്ടും ഇതുപോലെ ഉള്ള മഖാമുകളുടെ ചാരത്ത് കിടന്നിട്ടും ഭാഗ്യമില്ലാത്ത എത്രയോ ഹതഭാഗ്യന്മാർ ഈ നാട്ടിലുണ്ട് എൻ്റെ ചെറുപ്പക്കാരാ. എന്തേ ഞാൻ ഇങ്ങനെ പറയുന്ന എന്നറിയോ? എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, ഒരു ബസ് വിളിച്ച് നമ്മൾ എത്രയോ സിയാറത്തിന് പോയി, അതിൽ എത്രയോ നിസ്കാരങ്ങളെ ഖളാ ആക്കി, എത്ര ളുഹറുകൾ പോയിട്ടുണ്ട്, എത്ര അസ്റുകൾ പോയിട്ടുണ്ട്, എത്ര ഇശാഉകൾ പോയിട്ടുണ്ട്. മോനെ നിസ്കാരമില്ലാതെ
ഇല്ലാതെ പെങ്ങളെ നിസ്കാരം മുടക്കിയിട്ട് എന്ത് സിയാറത്താ? അല്ലാഹുവേ, ഔലിയാക്കളുടെ ചാരത്ത് പോകുമ്പോ അവർ നിങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണോ? നിസ്കാരത്തോടു കൂടിയായിരിക്കണം പോകാനുള്ളത്. നിസ്കാരമില്ലാതെ അവിടെ ചെന്നിട്ട് ഒരു കാര്യവുമില്ല. അവര് പടച്ചവനെ പേടിച്ചവരാ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരാ, അള്ളാഹു അവരെയും ഇഷ്ടപ്പെട്ടവരാണ്. അങ്ങനെ ഉള്ള ഔലിയാക്കളുടെ ശുഹദാക്കളുടെ ചാരത്ത് പോകുമ്പോ നിസ്കാരം മുടക്കിയിട്ട് നീ പോയിട്ട് ഒരു പ്രതിഫലവുമില്ല. അതുകൊണ്ടാണ് ഈ കാലഘട്ടം ഇങ്ങനെയാകുന്നത്. അള്ളാഹുവിലേക്ക് അടുക്കുന്ന സ്വഭാവത്തിന്റെ ഉടമസ്ഥരായ എന്റെ യുവാക്കളെ, അങ്ങനെ ഉള്ള ചെറുപ്പക്കാരായി മാറിയ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ രാജകുമാരാ നബിയുനാ റസൂലുള്ളാഹ്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ? ഈ കാലഘട്ടങ്ങൾ പരീക്ഷണങ്ങളിലൂടെ കടന്നു വരുന്നത് അള്ളാഹുവിനെ മറക്കുമ്പോഴാണ്. രണ്ടാമത് പറഞ്ഞു, ആ നാട്ടിലുള്ളവരുടെ പ്രിയപ്പെട്ട പുന്നാര ബാപ്പയുണ്ടല്ലോ, ഇവിടെ ഉമ്മയുടെ കഥ പറഞ്ഞിട്ടില്ല, ഉമ്മയെപ്പറ്റി സംസാരിച്ചിട്ടില്ല, ഉമ്മാന്റെ പൊരുത്തത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല. മഹാനായ സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറയാ, ആ നാട്ടിലുള്ള പ്രിയപ്പെട്ട ഉപ്പമാര് ആ മക്കളെ കൊണ്ട് കരയുന്നവരാണോ? ആ മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്നവരാണോ? ആ മക്കളെ കൊണ്ട് വേദനിക്കുന്നവരാണോ? എന്നാലും പടച്ചവനെ, ഭയപ്പാടിനെ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ, ഭയപ്പാടിനെ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. ആദ്യം പറഞ്ഞു ഇബാദത്ത് കുറഞ്ഞാൽ പലതും കടന്നു വരും. അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. രണ്ടാമത് പറഞ്ഞു, ബാപ്പയെ ബഹുമാനിക്കാത്ത മക്കൾ വരാം. പെൺമക്കളുടെ കഥയല്ല, ആൺമക്കളുടെ കഥ പറയാൻ സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞു, ബാപ്പയെ ബഹുമാനിക്കാത്ത ആൺമക്കളുടെ കാലഘട്ടം വന്നാൽ അവർ പരീക്ഷണങ്ങളെ നേരിടാൻ ഒരുങ്ങട്ടേന്നാ. പരീക്ഷണങ്ങളെ നേരിടാൻ ഒരുങ്ങട്ടേന്നാ. ഇതാരായി പഠിപ്പിച്ചു കൊടുത്തത്? ലോകത്തിന്റെ ഹബീബ് നമ്മുടെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. സലാത്തിന് പവറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നേരം ഇരുത്തൂല, 1.5 മണിക്കൂർ ആദ്യം മുതൽ എപ്പോഴാ, അത്രേ ഉള്ളൂ, അത്രേ പറയുള്ളൂ. അൽഹംദുലില്ലാഹ്. ഉറക്കെ പറയും നബിയുനാ റസൂലുള്ളാഹി. സ്വലാത്ത് മുടക്കരുത്. ദൂതരയങ്ങുള്ള കാലത്തോ ഞാനില്ല, ദൂരമിതേറെങ്കിലും കനവിൽ ഞാൻ കണ്ടില്ല, കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല, പാപികളാണേലും കാരുണ്യം തടയല്ല, ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞുള്ള നബിയല്ലേ, ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ, ഒരു ഭൂമി പാപിതൻ വേദയങ്ങു കേൾക്കില്ലേ, ഉലകിലിവൻ ചെയ്ത പാപം പൊറുക്കില്ലേ, നബിയേ കനവിലു വരുമോ നിധിയേ, നബിയെ കനവിലു വരുമോ നിധിയെ, ആശമനസ്സുള്ളിൽ ഏറുന്നു യാസീൻ നബിയേ, സ്നേഹാദ്രമാമെൻ്റെ കൽബും പൊട്ടി വേദന ചൊന്നോ ഞാൻ അരുകിൽ എത്തി, തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റു പറഞ്ഞിന്ന് നബിയിൽ തേടി. അള്ളാന്റെ ഹബീബിന്റെ പൊരുത്തം കിട്ടുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നിങ്ങളൊക്കെ എത്ര സമ്മതിച്ചാലും മനസ്സിലില്ല, നിങ്ങളെ സമ്മതിച്ചെന്നിരിക്കുകയാണ്. കാരണം എല്ലാ ദിവസവും ഇതുപോലെ ഈ പരിശുദ്ധമായ സദസ്സിൽ നിങ്ങൾ വന്നിരിക്കുന്നില്ലേ? അള്ളാഹു ഇതിനു പകരം സ്വർഗത്തിരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. എന്ത് രോഗം ഉണ്ടെങ്കിലും എനിക്കറിയാം, പല വാപ്പമാരും ഉമ്മമാരൊക്കെ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും വെരിക്കോസും ഒക്കെ ഉള്ള ഈ കൂട്ടത്തിലുണ്ട്. ഇവിടെ കിടക്കുന്ന വലിയന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാവരുടെ സങ്കടങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ, എല്ലാവരുടെ വേദനകൾ അള്ളാഹു തല മാറ്റിത്തരട്ടെ. ബാപ്പയെ, ഉമ്മാന്റെ കഥ വേണ്ടിയിട്ടില്ല കേട്ടോ, ബാപ്പയെ ബഹുമാനിക്കാത്ത മക്കൾ വന്നാൽ ഭയപ്പാട് പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കണമെന്നാ. പ്രതീക്ഷിക്കണമെന്നല്ല, പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കണം.
എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മുകളിൽ ഒന്നൊന്നായി കടന്നു വരും, ഒന്നിന്റെ മുകളിൽ ഒന്നൊന്നായി കടന്നു വരും. ഈ കാലഘട്ടത്തിൽ എത്രയോ വാപ്പമാര് കരയുന്നുണ്ട്. വാപ്പമാർക്ക് പേടിയാണ് എന്റെ ചെറുപ്പക്കാരാ നമ്മള് പുറത്തിറങ്ങുന്നത് പോലും. പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പേടിയില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ എന്റെ പൊന്നുമോനെ, അല്ലാഹുവേ, 10 വയസ്സ് 16 വയസ്സ് 17 വയസ്സ് 20 വയസ്സ് വരെ പോറ്റി വളർത്തിയ വാപ്പ ഇന്നാ മക്കള് പുറത്തിറങ്ങുമ്പോ കരയണമെങ്കിൽ, ആ മക്കള് പുറത്തിറങ്ങുമ്പോ വാപ്പ പേടിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് പൊന്നുമോനെ അതിന്റെ കാരണമെന്നറിയുമോ? നബി തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടം വരും, അന്ന് ലഹരി മരുന്നുകൾ പല പേരുകളായിട്ട് കടന്നു വരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് പാഴാകുന്നില്ലല്ലോ. ലഹരി പദാർത്ഥങ്ങൾ കടന്നു വരും, അത് ഒരു പേരല്ല, പല പല പേരുകളായിട്ട് കടന്നു വരുമല്ലോ. അങ്ങനെ അത് കടന്നു വരുമ്പോ മക്കള് പോലും ബാപ്പയെ അറിയൂല, അത് ഉമ്മയാണെന്നറിയൂല, അത് പെങ്ങളാണെന്നറിയൂല. അത് മാത്രവുമല്ല, നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ലഹരി എന്ന് പറയുന്നത് ഉമ്മുൽ ഖബായിസാണ്, എല്ലാ തിന്മകളുടെയും മാതാവാണ്. ലഹരി മരുന്ന ചെറുപ്പക്കാരാ, നിന്നെ പൊന്നു പോലെ പോറ്റി വളർത്തിയ ആളുകളുടെ വായിൽ ഇരിക്കും നാട്ടും തുപ്പും കേട്ട് എന്റെ മക്കളെ എന്ന് പറഞ്ഞ് നിങ്ങളെ പോറ്റി വളർത്തിയ നിങ്ങളുടെ ബാപ്പ ഇന്നത് ബാപ്പയാണെന്ന് വിളിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. ബാപ്പയെ പോടാന്ന് പറയുന്ന മക്കളുടെ കാലഘട്ടം. ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളൊരു വീഡിയോ കണ്ടു കാണും. ഫേസ്ബുക്കിലൂടെ ഒരു മകൻ, മുസ്ലിമായൊരു ചെറുപ്പക്കാരൻ, തന്റെ ബാപ്പാനെ പോടാന്ന് വിളിച്ചുകൊണ്ട് കരണത്ത് നോക്കി അടിച്ചിട്ടുള്ളത്. അത് കാണുമ്പോ തന്നെ അറിയാതെ കരഞ്ഞു പോയി, അറിയാതെ കണ്ണു നിറഞ്ഞു പോയി. ആ സമയത്ത് ആ ബാപ്പ അവിടെ നിന്ന ആളുകളോട് പറഞ്ഞത് ഞാൻ പറയാതെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവൻ പാവം മോനായിരുന്നു, എന്നോട് വലിയ ഇഷ്ടമുള്ളവനായിരുന്നു. എന്റെ പൊന്നുമോൻ എന്തോ ചതിയിൽപ്പെട്ടതാ, അതുകൊണ്ടാണ് അവൻ എന്നെ അടിച്ചത്, അതുകൊണ്ടാണ് അവനെ എന്നെ കുറ്റപ്പെടുത്തിയത്. ഇന്ന് തിരിച്ചും ആ വീഡിയോ വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ മകൻ തന്നെ പറയുന്നു, നിങ്ങൾ എന്റെ വീഡിയോ കണ്ടവര് മുഴുവനും എനിക്ക് മാപ്പ് തരണം. ഇതെന്റെ പൊന്നുപ്പയാ, എന്റെ കൂട്ടുകാരെന്നെ ചതിച്ചതാ. ലഹരി മരുന്നിന്റെ പിന്നാലെ ഇത് ഞാൻ കളവ് പറയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. അധികം യുവാക്കളും ഈ വീഡിയോ കണ്ടതാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, ഇതെന്റെ ജീവന്റെ ജീവനാണ്, ഇതെന്റെ പൊന്നുപ്പയാണ് എന്ന് പറഞ്ഞ് കവിൾത്തടത്തിൽ മുത്തം കൊടുത്തിട്ട് പറയാണ്, എന്നെ എന്റെ ഉപ്പാന്റെ കരണത്തടിച്ചത് ഈ ലഹരി മരുന്നിന്റെ ആ ഒരു വിഷമാണ്. എന്റെ കൂട്ടുകാരാ, നിങ്ങളുടെ പരിസരങ്ങളിലൊക്കെ മാതാവിനെ വെട്ടിയ മക്കളുടെ കഥകള്, കഴിഞ്ഞു പോയ പരിശുദ്ധമായ റമളാനില് ഒരു പള്ളിയുടെ ഉള്ളിൽ നിന്നല്ലേ തൊപ്പി വെച്ചിറങ്ങിയ 2 ചെറുപ്പക്കാരെ പോലീസ് പിടിച്ചത്. അല്ലാഹുവേ, ഞെട്ടിപ്പോയി. നിസ്കരിച്ച ചെറുപ്പക്കാരാ, പുറത്തിറങ്ങിയപ്പോ പോലീസ് കാത്തുനിന്നു. അവര് പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുവേ, ഇതൊരു ഭവനമാണ്, ദൈവത്തിന്റെ ഭവനമാണ്, അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കയറാതെ നമ്മൾ കാത്തുനിന്നതാ. ഇതിനകത്ത് ഈ 2 ചെറുപ്പക്കാര് ചെയ്യുന്ന പണിയറിയോ? അതിൽ നിസ്കരിക്കാമെന്ന പലർക്കും ഇവര് കഞ്ചാവ് കൊടുത്തിട്ടുണ്ട്, MDM കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് തെളിവ് സഹിതം അവരുടേതായിട്ടുള്ള ആ തൊപ്പിയിൽ നിന്നും മുടിയുടെ ഇടയിൽ നിന്നും എടുത്തു കാണിക്കുമ്പോ, മോനെ, നമ്മൾ കണ്ടതല്ലേ, പടച്ചവന്റെ പള്ളിയിൽ പോലും കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരായി ഈ രാജ്യത്തുള്ള യുവാക്കൾ മാറുമ്പോ എന്റെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കൂട്ടുകാരും അങ്ങനെയാണെന്നല്ല, കണ്ട ഒരു കുഴപ്പമില്ല. നല്ല ആണത്തമുള്ള ചെറുപ്പക്കാരനാ, ആര് കണ്ടാലും അവിടെ നിന്ന് കുറ്റപ്പെടുത്തൂല. മോനെ, ഉമ്മാനെ തല്ലുന്നത്, ബാപ്പയെ ചീത്ത വിളിക്കുന്നത് നീ സ്വയം മനസ്സോടെ ചെയ്യൂലെന്നുറപ്പാ, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അത് ഉമ്മുൽ ഖബായിസ, മുഴുവൻ തിന്മകളുടെയും മാതാവാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടില് സ്വന്തം അനുജനെ കൊല്ലാനൊരുങ്ങുമ്പോ അവിടെ നിന്ന് ലഹരി ഉപയോഗിച്ചിട്ടില്ല. അനുജന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അനുജനെ കൊല്ലാ മനസ്സ് വരുന്നില്ല. അവസാനം ചെറുപ്പ
ചെറുപ്പക്കാരൻ ലഹരി ഉപയോഗിച്ച് വന്നിട്ടല്ലേ സ്വന്തം കുഞ്ഞനുജനെ അടിച്ചു കൊന്നത്. അങ്ങനെ ഉള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. സ്വഹാബാ അമാ ഇന്നഹു സയകൂൻ. കൊച്ചുമക്കളുടെ കൈകളിൽ പോലും ലഹരി മരുന്ന് അധികരിക്കുന്ന കാലഘട്ടം വരും. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് കച്ചവടം ചെയ്യുന്ന യുവാക്കളുണ്ട്. പെൺമക്കളുടെ കയ്യിൽ കൊടുത്തുവിട്ട് കച്ചവടം ചെയ്യുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. എന്റെ പ്രിയമുള്ള കൂട്ടുകാരോട് പറയാ, നിനക്ക് നിന്റെ ബാപ്പയെ അറിയുമല്ലോ, നിന്റെ ഉമ്മയെ അറിയുമല്ലോ. പൊന്നുമോന്, എനിക്കും ഉമ്മയുണ്ട്, എനിക്കും ബാപ്പയുണ്ട്. അവരുടെ കണ്ണു നിറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റൂലല്ലോ. പടച്ച റബ്ബേ, വാളിന് വേണ്ടി ഇറങ്ങിയാൽ ഒരു പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ വീടുകളിലേക്ക് എത്തുന്നത്. ആ ഒരു സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ വിളിച്ച, ബാപ്പ വിളിച്ച കൽബിൽ വല്ലാത്തൊരു വേദനയാ. അവരെ കാണുമ്പോ ഒരു വേദനയാണ്. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, നിങ്ങളെ തെറ്റിക്കാം 100 ചെറുപ്പക്കാരുണ്ടാകും. അതുകൊണ്ട് വേണ്ട മോനെ, തെറ്റിലേക്കു നിന്റെ കൂട്ടുകാർ നിന്നെ കൈപിടിക്കാമെന്ന നീ പറയണമില്ലടാ. എന്റെ വാപ്പ എത്ര കൊല്ലമാണ് പ്രവാസ ലോകത്ത് കിടന്നിട്ട്, 10 കൊല്ലവും 16 കൊല്ലവും 17 കൊല്ലവും എന്റെ ഉപ്പ എരിപരി കൊള്ളുന്ന വെയിലത്ത് കിടന്നിട്ട് പാടുപെട്ടവരാണ് എന്റെ ഉപ്പ. എന്നെ പഠിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടവരാ എന്റെ ഉപ്പ. എന്റെ ഉമ്മ നേരം വെളുത്തെഴുന്നേറ്റ് ചോറുണ്ടാക്കി, പൊന്നുമോനെ പോയിട്ട് വാടാന്ന് പറഞ്ഞ് കവിൽ തടത്തിൽ മുത്തം തന്നു വിട്ട് എന്നെ പഠിപ്പിച്ചവരാ എന്റെ ഉമ്മ. അതുകൊണ്ട് ഈ ഒരു ലഹരിയുടെ പിന്നാലെ ഞാൻ വരൂല എന്ന് പറഞ്ഞ് പടച്ചവനെ പേടിച്ചിട്ടതിൽ നിന്ന് ഒഴിവാകുന്ന അള്ളാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, അള്ളാഹു നിനക്കൊരു ഓഫർ തരുന്നുണ്ട് മോനെ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അള്ളാഹു പറയാണ്, MDM കൊണ്ടുവരാ നിന്റെ കൂട്ടുകാരെ വിളിക്കുന്നുണ്ട്. ഒന്ന് നോക്കടാ, രുചിച്ചു നോക്കടാ. ഞാനില്ലെന്ന് പറഞ്ഞിട്ട് പിന്മാറാനാണത്വം കാണിക്കുന്ന യുവാക്കളെ അള്ളാന്റെ ഖുർആനിൽ സൂറത്തു റഹ്മാനിൽ അല്ലാഹ് പറഞ്ഞത്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. മോനെ, അത് തെറ്റാണെന്നറിഞ്ഞപ്പോ നീ മാറിയല്ലോ. ഒന്നല്ലടാ, നിനക്ക് 2 സ്വർഗം ഞാൻ തരാമെന്ന് പടച്ച തമ്പുരാൻ പറയുമ്പോ, എന്നാ നോക്കു കൂട്ടുകാരാ, നിങ്ങളുടെ വാട്സപ്പില്, നിങ്ങളുടെ ഫേസ്ബുക്കില് മകൻ ഉമ്മയെ വെട്ടിയിട്ടുള്ളത്, അല്ലാഹുവേ, ഉമ്മ കിടന്ന് പിടയുന്നത്, വേദന കൊണ്ട് പിടയുന്നത് നമ്മൾ കണ്ടവരാണ്. ഉമ്മാന്റെ കഴുത്തറുത്തു കൊന്ന മക്കളുടെ കഥയറിയുമല്ലോ. അവനോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാനല്ല അറുത്തതെന്ന്. അവനല്ല അറുത്തത്, അവനെ തിന്മയിലേക്ക് കൊണ്ടുപോയത് അവന്റെ കൂട്ടുകാരാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു പോയി. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പൊന്നുമക്കളോട്, പൊന്നുമോനെ, നിന്നോട് പറയാട്, അവരെ വെറുപ്പിക്കല്ലേ, അവരെ സങ്കടപ്പെടുത്തല്ലേ. നിന്റെ വാപ്പ 10 പേര് അറിയുന്നവരായിരിക്കും, പള്ളിയിൽ വരുന്നവരായിരിക്കും, അവര് നിസ്കരിക്കുന്നവരായിരിക്കും, മഹല്ല് പ്രസിഡന്റ് ആയിരിക്കും, സെക്രട്ടറി ആയിരിക്കും. മോനെ, നിന്നെ കാരണം മറ്റുള്ളവന്റെ മുമ്പില് നിന്റെ പിതാവ് തലകുനിക്കേണ്ടുന്ന ഒരവസ്ഥ വരല്ലേ? നിന്റെ പിതാവ് തലകുനിക്കേണ്ടുന്ന ഒരവസ്ഥ വരരുത്. അതിനാരാണ് ബാപ്പയെന്ന് നീ അറിയണം. അതുകൊണ്ടാ സയ്യിദുനാ അലിയിൽ കറമഹുല്ലാഹ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്തട്ടിൽ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറയുന്നു, അലിയേ, എനിക്കൊരു ബാപ്പയുണ്ട്, എന്ത് മനുഷ്യനാത്, എനിക്ക് അവരോട് സ്നേഹമില്ലല്ലോ, അതുകൊണ്ട് അവരോട് സ്നേഹം വരാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറയുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയാ, പോ മോനെ, വീട്ടിന്റെ ഉള്ളില് നിന്റെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പ നേരം വെളുക്കുമ്പോ ജോലിക്ക് പോകുമല്ലോ, നിന്റെ ഉപ്പ കാണാതെ നിന്റെ ഉപ്പ ചെയ്യുന്ന ജോലി നീ ഒന്ന് കണ്ടോ.
എന്നാരാണ് നിന്റെ ബാപ്പയെന്ന് നിനക്ക് മനസ്സിലാകും. ഇത് കേട്ട ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്കവിടുന്ന് കുറച്ച് വെള്ളം തരണേ, എനിക്ക് കൂടെ വാപ്പക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുമ്പോ എനിക്ക് കൂടെ ഭക്ഷണം തരണേ എന്ന് പറഞ്ഞ് വാപ്പ കാണാതെ നേരം വെളുത്ത് വാപ്പ ഈന്തപ്പന തോട്ടത്തിലേക്ക് പോകുമ്പോ വാപ്പയുടെ പിന്നാലെ മകൻ കടന്നുപോയി. ഒരു ഈന്തപ്പനത്തോട്ടത്തിന്റെ ഒരു ഈന്തപ്പനയുടെ മുകളിൽ ഒളിച്ചിരുന്നു. അങ്ങനെ യഥാ ബാപ്പ ചെന്നു, ഒരിറ്റ് വെള്ളം കുടിച്ചു, ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി ഈന്തപ്പന കുലകളെല്ലാം താഴെ അടർത്തിയിട്ട് അടുക്കി വെക്കുമ്പോ പെട്ടെന്ന് കൈതട്ടിയിട്ട് മറിഞ്ഞു വീഴുമ്പോ തോട്ടത്തിന്റെ മുതലാളി കടന്നു വന്നിട്ട് പ്രിയപ്പെട്ട ഉപ്പാന്റെ കരണത്തടിക്കുമ്പോ വേദന കൊണ്ട് പിടഞ്ഞിട്ട് മുതലാളി പോയ പാടെ വെള്ളമെടുത്തു കുടിക്കാൻ നോക്കുമ്പോ ഈന്തപ്പന കുല വീണ് വെള്ളം ചരിഞ്ഞു പോയി. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ചോദിച്ചു, അല്ല സഹോദരാ, നിങ്ങൾക്ക് അല്ലാഹു ഒരു മകനെ തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോ ഈ ഉപ്പ പറഞ്ഞ മറുപടി ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാരന്റെ വാപ്പ പറയാൻ ആഗ്രഹിക്കുന്ന മറുപടിയാ ഈ പറയുന്ന മറുപടി. ഇവിടെ ഇരിക്കുന്ന ഓരോ വാപ്പയും പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഈ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിനിക്ക് ആദ്യം മക്കളെ തന്നിട്ടില്ല, കുറെ കഴിഞ്ഞിട്ട് അല്ലാഹുവിനിക്കൊരു മകനെ തന്നു. ഞാനങ്ങ് കിടന്ന, ഞാനങ്ങ് ഇരുന്ന എന്റെ പൊന്നുമോന് പട്ടിണിയാകുമല്ലോ. ഞാനങ്ങിരുന്നു പോയാൽ അല്ലാഹുവിനിക്ക് തന്നുപോയ എന്റെ പൊന്നുമോന് വിഷംന്നുകൊണ്ട് കിടക്കുമല്ലോ. അതോർക്കുമ്പോ എത്ര പനി പിടിച്ചാലും, എത്ര തലവേദനിച്ചാലും, എത്ര സങ്കടപ്പെട്ടാലും എനിക്ക് കിടക്കാൻ മനസ്സ് വരൂല. എന്റെ കരണത്ത് മുതലാടി അടിച്ചെങ്കിലും വൈകുന്നേരം എന്റെ പൊന്നുമകനിക്ക് വല്ലതും കൊണ്ടു കൊടുക്കാലോ. അതേപോലെ അറബികളുടെ ആട്ടും തുപ്പും കേട്ട് ഉപ്പമാര് നമ്മുടെ കൂടെ ഉണ്ടാകും. കാസർഗോഡുള്ള പല കടകളിലും ജോലി ചെയ്തിട്ട് മുതലാളിമാരുടെ വായിലിരിക്കുന്നത് കേട്ടിട്ട് പോലും ഒരക്ഷരം മിണ്ടാതെ തലകുനിച്ചു നടന്ന പിതാവുണ്ടാകും. ഓട്ടോറിക്ഷ ഓടിക്കുന്ന പിതാവുണ്ടാകും. കച്ചവടം ചെയ്യുന്ന ബാപ്പയുണ്ടാകും. ഇവരുടെയൊക്കെ കൽബിന്റെ ഉള്ളിലുള്ള ചിന്ത എന്തെന്നറിയോ? അല്ലാഹുവേ, എന്റെ മക്കളാ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവര് വരുന്നത്. പൊന്നുമോനെ, ഇത് ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കേൾക്കുന്ന മകൾ അവിടുന്നതാ തോൽപാത്രത്തിലുള്ള വെള്ളമെടുത്തു. തോൽപാത്രത്തിലുള്ള വെള്ളമെടുക്കുകയാണ്. ആ തോൽപാത്രത്തിലുള്ള വെള്ളവും എടുത്തുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ട ഉപ്പാന്റെ അരികത്ത് ചെന്ന് ആ വെള്ളം അങ്ങ് ഉപ്പാക്കങ്ങ് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം അങ്ങ് കുടിച്ചിട്ട് പ്രിയപ്പെട്ട പുന്നാര ഉപ്പ പൊന്നുമകനോട് ചോദിച്ചു, മോനെ നിനക്കെന്ത് പറ്റിയടാ? എനിക്കൊന്നും പറ്റിയില്ല ഉപ്പാ, എനിക്കൊന്നും പറ്റിയിട്ടില്ല ഉപ്പാ. ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് മകനങ്ങ് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് അങ്ങ് ചെന്നിട്ട് ഉപ്പായോട് പറഞ്ഞു, ഇന്നു മുതല് എന്റെ ഉപ്പ ജോലിക്ക് പോകൂല എന്ന് പറഞ്ഞ് വീടിന്റെ ഉള്ളിൽ ഉപ്പയെ കൊണ്ട് കിടത്തിയിട്ട് മകൻ ജോലിക്ക് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നല്ല ഒരു കമീസും മേടിച്ചു കൊണ്ടാണ് വരുന്നത്. ആ ഒരു കമീസും മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ തന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് ആളുകൾ കടന്നു പോകുന്നുണ്ട്. എന്തിനാണ് അവര് കടന്നു പോകുന്നത്? ചെന്ന് നോക്കുമ്പോഴോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ വെള്ള പുതപ്പിച്ചിട്ടിരിക്കുകയാണ്. തന്റെ ഉപ്പാന്റെ മയ്യത്തിന്റെ അരികത്തേക്കൊങ്ങ് ചെന്നിരുന്നു. ആ മുഖത്തുള്ള തുണിയങ്ങ് മാറ്റുമ്പോ
പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് പോലെ തന്റെ ഉപ്പ കിടക്കുന്ന കാണുന്നു. കൊണ്ടുവന്ന കമീസ് അടുത്തുള്ളൊരു സ്വഹാബിക്ക് അവിടെ നിന്ന് കച്ചവടം ചെയ്തു. ആ കച്ചവടം ചെയ്തിട്ട് അതിന് കിട്ടിയിട്ടുള്ളത് ഉപ്പാന്റെ മയ്യത്ത് പൊതിയാൻ തുണി മേടിച്ച് മയ്യത്ത് പൊതിയുമ്പോ അവസാനം ബാപ്പയുടെ തലഭാഗം പൊതിയാ ഒരുങ്ങുന്ന സമയം ഈ മകൻ വന്നിട്ട് ഉപ്പാന്റെ കവിളത്ത് തുരുതുരാ മുത്തം കൊടുത്തിട്ട് പറയുന്നു, ഉപ്പാ ഉപ്പാ, ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് എന്റെ ഉപ്പയെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല ഉപ്പാ, എന്റെ ഉപ്പയെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ല ഉപ്പാ എന്ന് പറഞ്ഞ അവസാന ഉപ്പാന്റെ മയ്യത്തെടുത്തു. സന്തൂക്കിന്റെ 4 ഭാഗത്ത് ഓടി നടന്നിട്ട് പിടിക്കുന്നുണ്ട്. മയ്യത്തു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ ചോദിച്ചു, മോനെ എന്തിനാണ് വാപ്പാന്റെ ആ കട്ടിലിന്റെ 4 ഭാഗത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നത്? ആ സമയം പറഞ്ഞു, എന്റെ ഉപ്പാന്റെ കൈ പിടിക്കാ എനിക്ക് കഴിഞ്ഞില്ല, എന്റെ ഉപ്പയോട് മിണ്ടാ എനിക്ക് സമയം കിട്ടിയില്ല, എന്റെ ഉപ്പയോട് വർത്തമാനം പറയാ ഞാൻ പോയിരുന്നിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴാണ് എന്റെ ഉപ്പയുടെ വില മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന വളയം മക്കാമിന്റെ ചാരത്തിരിക്കുന്ന പരിസരങ്ങളിൽ നിന്നുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ നിങ്ങളെ ഒരിക്കലും ഞാൻ കുറ്റം പറയൂല, നിങ്ങളെ ആക്ഷേപിക്കൂല, നിങ്ങളെ സങ്കടപ്പെടുത്തൂല. നിങ്ങൾ അല്ലാഹുവിലേക്കൊന്നടുക്കാൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പയെ അനുസരിക്കാൻ, ആ ഉപ്പയുടെ വഴികളിലൂടെ കടന്നു വരാൻ, ആ ഉപ്പാന്റെ ജീവിതത്തിന്റെ മാർഗങ്ങളിലൂടെ കടന്നു പോകാനാ. അതുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, ബാപ്പയെ ബഹുമാനിക്കാത്ത മക്കള് വന്നാ അവര് ഭയപ്പെടട്ടെ, അവര് ഭയപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. അതുമാത്രവുമല്ല, ഹമ്മല്ല തങ്കത്തിയു അബദാ പറഞ്ഞു പോയെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന വളയം മക്കാമിന്റെ ചാരത്തിരിക്കുന്ന പരിസരങ്ങളിൽ നിന്നുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ നിങ്ങളെ ഒരിക്കലും ഞാൻ കുറ്റം പറയൂല, നിങ്ങളെ ആക്ഷേപിക്കൂല, നിങ്ങളെ സങ്കടപ്പെടുത്തൂല. നിങ്ങൾ അല്ലാഹുവിലേക്കൊന്നടുക്കാൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പയെ അനുസരിക്കാൻ, ആ ഉപ്പയുടെ വഴികളിലൂടെ കടന്നു വരാൻ, ആ ഉപ്പാന്റെ ജീവിതത്തിന്റെ മാർഗങ്ങളിലൂടെ കടന്നു പോകാനാ. അതുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, ബാപ്പയെ ബഹുമാനിക്കാത്ത മക്കള് വന്നാ അവര് ഭയപ്പെടട്ടെ, അവര് ഭയപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. അതുമാത്രവുമല്ല, ഹമ്മല്ല തങ്കത്തിയു അബദാ